സ്റ്റഡി കോർണറിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് 2ൻ്റെ ഇംഗ്ലീഷ് ഒരു മോഡൽ എക്സാമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഇതൊരു നോട്ട്ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. അവർ തന്നെ അതിന് ആൻസർ കണ്ടെത്തട്ടെ. അതിനു മുന്നേ ടെക്സ്റ്റ് ബുക്ക് നന്നായി കുട്ടികൾ വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ ഒന്നാമത്തത്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, 2 വേർഡ് ഈച്ച് ക്വസ്റ്റ്യന് നേരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ദ ആൻഡ് വാസ് ഡാഷ് സ്മോൾ ബിഗ്. Second one, the small ant was dash for food. In bracket, searching, waiting. Third one, suddenly it started dash. Lightning, raining. Correct option select ചെയ്യാൻ ശ്രദ്ധിക്കണേ. Fourth one, the ant looked dash down around. Fifth one, the ant saw a tiny dash umbrella mushroom. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റീഡ് ആൻഡ് അറേഞ്ച് ദ സെൻറ്റൻസസ് കറക്റ്റ്ലി ആസ് ഇൻ ദ സ്റ്റോറി ബൈ ഗിവിംഗ് നമ്പേഴ്സ് ഫ്രം 1 to 5. നമുക്കവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് ഓർഡറാക്കി എഴുതണം. നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചത് പ്രകാരം നമ്മൾ അതിനൊന്ന് ഓർഡറാക്കി എഴുതണം. ഫസ്റ്റ് വൺ, എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. നമ്മുടെ എലിയൊരു സഹായം ചോദിച്ചു. എ ബട്ടർഫ്ലൈ കെയിം ദ. ഒരു ബട്ടർഫ്ലൈ അവിടെ വന്നു. ദ ആൻഡ് ഫൗണ്ട് ദ മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദ റെയിൻ. നമ്മുടെ ഉറുമ്പ് ആ മഷ്റൂമിന് ഒരു റെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഷെൽട്ടറായി യൂസ് ചെയ്തു. എ സ്പാരോ ഹോപ്ഡ് ടു ദ മഷ്റൂം. ഒരു സ്പാരോ, ഒരു കുരുവി നമ്മുടെ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, ഓൾ ദ 4 ഫ്രണ്ട്സ് സാറ്റ് ടുഗെദർ അണ്ടർ ദ മഷ്റൂം. ഈ 4 കൂട്ടുകാരും കൂടി നമ്മുടെ മഷ്റൂമിൻ്റെ അടിയിലിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. ദ ആൻഡ് ഫൗണ്ട് ദ മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദ റെയിൻ. ആ റെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഷെൽട്ടറായിട്ട് നമ്മുടെ ആൻഡ് മഷ്റൂം യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ കൂട്ടുകാർ കണ്ടെത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ പാരൻസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. മക്കൾ എഴുതട്ടെ എക്സാം. ദെൻ ഒരു കോൺവെർസേഷനാണ് ഇനി കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റാബിറ്റ് ആൻഡ് ദ മങ്കി. ഒരു റാബിറ്റും ഒരു മങ്കിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ചിലപ്പോൾ ഇത് വിത്ത് പിക്ചറായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ ഈ റാബിറ്റും മങ്കിയും തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും ജീവികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം. അപ്പോൾ റാബിറ്റ്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ? മങ്കി, നീ റെയിനിൽ നനഞ്ഞോ എന്നാണ് ചോദ്യം. അപ്പോൾ മങ്കി എന്താ പറഞ്ഞിട്ടുണ്ടാവുക? നനഞ്ഞു എന്ന് വിചാരിക്കുക അല്ലേ? നമ്മുടെ കുരങ്ങൻ നനഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഒരു ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. മങ്കി വെച്ചിട്ടല്ല, മറ്റുള്ള ജീവികൾ പറയുന്നത് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മളവിടെ ആഡ് ചെയ്യാം. ദെൻ റാബിറ്റ്, ലുക്ക് അറ്റ് മീ, ഐ എം നോട്ട് വെറ്റ്. നോക്കിയേ, ഞാൻ നനഞ്ഞിട്ടില്ല. അപ്പോൾ മങ്കി ചോദിക്കുക, ഓ ബട്ട് ഹൗ? നീ നനഞ്ഞിട്ടില്ലേ? അതെങ്ങനെ സംഭവിച്ചു അല്ലേ? ഞാനൊക്കെ നനഞ്ഞു, നീ നനഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ മങ്കി ചോദിച്ചു. അപ്പോൾ അതിനർത്ഥം നമ്മുടെ മങ്കി നന്നായിട്ട് മഴ കൊണ്ടുവന്നാണേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് എൻ്റെ മക്കളവിടെ എഴുതണേ. ദെൻ റാബിറ്റ് പറയാണ്, എങ്ങനെയാണ് ഞാൻ മഴ നനയാതെ രക്ഷപ്പെട്ടതെന്നാണ് ഇനി റാബിറ്റ് പറയേണ്ടത്. എങ്ങനെയായിരിക്കും? നമ്മുടെ മഷ്റൂമിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, എന്നിട്ട് അതെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അവിടെ ഒരു ബട്ടർഫ്ലൈനെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് നല്ല കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ബട്ടർഫ്ലൈന് കളർ കൊടുത്ത് മനോഹരമാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അതിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ട് ഒരു 5 സെൻറ്റൻസസ്, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ബട്ടർഫ്ലൈ തന്നെ ആവണം എന്നൊന്നുമില്ല, എന്ത് ചിത്രം വേണമെങ്കിലും വരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് സ്പെല്ലിങ്സ് നിങ്ങളൊന്ന് പഠിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, നമ്മുടെ മക്കൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുക. അപ്പോൾ റൈറ്റ് 5 സെൻറ്റൻസസ് അബൌട്ട് ദിസ് ബട്ടർഫ്ലൈ നമ്മൾ ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ ഒരു 5 സെൻറ്റൻസ് നമ്മുടെ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ബട്ടർഫ്ലൈൻ്റെ ഭംഗീനെ കുറിച്ചിട്ടും അതിൻ്റെ കളറിനെ കുറിച്ചിട്ടും അത് കാണാൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ബ്യൂട്ടിഫുൾ ആണെന്നും കളർഫുൾ ആണെന്നും ഇതൊക്കെ നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത എക്സാം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആഡ് മോർ ലൈൻസ് എന്തായാലും നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ തന്നെ വരണമെന്നില്ല, മറ്റേതെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആഡ് മോർ ലൈൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കേക്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ചെറി ഉണ്ട്, അതിൻ്റെ താഴത്തെ തട്ടിൽ കുറച്ച് സ്ട്രോബെറി ഉണ്ട്, പിന്നെ കുറച്ച് താഴത്തായിട്ട് കുറേ സ്റ്റാർസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേക്കിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ലൈൻസ് നമുക്കൊന്ന് ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ലൈൻസ് നോക്കാം. Here is a cake. Looks so colorful. Flowers on it all. Who wants the cake? ഇത് ആദ്യത്തെ ഫ്ലവേഴ്സിനെ കുറിച്ച് താഴ്ന്ന മുകളിലേക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഹിയർ ഇസ് എ കേക്ക്. ലുക്ക് സോ കളർഫുൾ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ട്. ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ. ഹൂ വോൺസ് ദ കേക്ക്? ആർക്കാണ് ഈ കേക്ക് വേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. 4 ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ 2 ലൈൻസും കൂടി സെയിം ലൈൻ അവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ ഇസ് എ കേക്ക്. ലുക്ക് സോ കളർഫുൾ. ഇതാ ഇവിടെ ഒരു കേക്ക് ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കേക്കാണേ. അപ്പോൾ ഇനി എന്ത് ആഡ് ചെയ്യണം? അവിടെ മറ്റെന്തൊക്കെ കാണുന്നുണ്ട് ഫ്ലവേഴ്സ് പോലെ? കുറേ സ്റ്റാർസ് ഉണ്ട്, സ്ട്രോബെറീസ് ഉണ്ട്, ചെറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക? നല്ലൊരു ലൈൻ ആഡ് ചെയ്യുക അല്ലേ. ഹിയർ ഇസ് എ കേക്ക്. ലുക്ക് സോ കളർഫുൾ. ഈ ഫ്ലവേഴ്സിന് പകരം എന്ത് ആഡ് ചെയ്യാം? സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ. ഹൂ വോൺസ് ദ കേക്ക്? അതുപോലെ നെക്സ്റ്റ് ലൈൻ എഴുതുമ്പോൾ ഹിയർ ഇസ് എ കേക്ക്. ലുക്ക് സോ കളർഫുൾ. സ്റ്റാർസിന് പകരം അപ്പം എന്താ ആഡ് ചെയ്യണം? സ്ട്രോബെറീസ് ഓൺ ഇറ്റ് അല്ലേ. സ്ട്രോബെറീസ് ഓൺ ഇറ്റ് ഓൾ. ഹൂ വാണ്ട്സ് ദ കേക്ക്? ഇനി ഒന്നുകൂടെ ബാക്കിയില്ലേ നമ്മുടെ ചെറി. അപ്പോൾ വീണ്ടും എഴുതുക. ഹിയർ ഇസ് എ കേക്ക്. ലുക്ക് സോ കളർഫുൾ. ചെറീസ് ഓൺ ഇറ്റ് ഓൾ. ഹൂ വാണ്ട്സ് ദ കേക്ക്? അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചറോട് പറയണേ, ചെയ്തു എന്ന് പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം.